ഇംഗ്ലീഷ് എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്താറായിട്ടുണ്ട് അല്ലേ? അപ്പൊ എൻ്റെ മക്കള് ഇപ്പൊ തന്നെ എക്സാമിനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും 100% എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ ഫോമാറ്റ് പറയാനും വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ബോയ് ആ ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ സമ്മർ ഫെയറിൽ പോയിട്ട് കാണാതെ ആവുന്നുണ്ട് അല്ലേ? അങ്ങനെ അവസാനം അവനെ ഒരാൾ കണ്ടെത്തി വീട്ടിലൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസം നമ്മുടെ ബോയ് എഴുതാൻ ചാൻസ് ഉള്ള ഡയറി എൻട്രിയാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോറി, നിങ്ങൾ മിസ്സിന്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കുറച്ച് സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാർക്കൊക്കെ ക്ലാസ് എടുത്തെടുത്ത് കുറച്ച് സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡയറി എൻട്രിയാണ്. ഒരു ഡയറി എൻട്രി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റും ഡേയും എഴുതണം. 19th Thursday എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഡിസംബറിനോ ഏതാന്ന് വെച്ചാൽ മന്ത് കൂടി നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സോ ഡേറ്റും ഡേയും മന്തും നിങ്ങൾ എഴുതണം. പിന്നെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ജനറൽ കമൻറ്റ് ഓൺ ഹൗ ദ ഡേ വാസ്. എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്? ഇപ്പോൾ മറക്കാനാവാത്ത ദിവസമാണെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറയാം. നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ, ഹാപ്പി ഡേ എന്ന് പറയാം. അല്ലെങ്കിൽ നല്ല സങ്കടമുള്ള ദിവസമാണെങ്കിൽ സാഡ് ഡേ അല്ലെങ്കിൽ വേഴ്സ് ഡേ എന്ന് പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നെങ്കിൽ ഇവൻറ്റ്ഫുൾ ഡേ, അഡ്വഞ്ചറസ് ഡേ എന്നൊക്കെ പറയാം. എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ദിവസം, അത് കാര്യം മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിലെ ഇതുപോലെയുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യാം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്താൽ എന്താകും? നിങ്ങൾ ആ ഇമോഷൻസ് ഒക്കെ കൺവേ ആകും. ഈ ബോഡി പാരഗ്രാഫിൽ മെയിൻ ഇവൻറ്റ്സ് ഹാപ്പൻ ദാറ്റ് ഡേ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്സ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡി പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു ദിവസം നടന്നത് ആ മെയിൻ ഇവൻറ്റ്സ് കറക്റ്റ് ഓർഡറിലായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ. പിന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു, ഇനി നാളെ നല്ല ദിവസമായിരിക്കട്ടെ, ഹോപ്പ് ഫോർ ടുമോറോ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻഡ് ചെയ്യാം കേട്ടോ. സോ എന്തൊക്കെ പറയാടാ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ? ഐ എം ഗോയിങ് ടു ബെഡ് അല്ലെങ്കിൽ ഐ റിയലി ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം ഡയറി എഴുതേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഐ, മീ, മൈ, വി എന്നുള്ളതൊക്കെയാണ് എന്ത്, ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗണുകൾ. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, എൻ്റെ മക്കൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ലോസ്റ്റ് ചൈൽഡിൻ്റെ ഡയറി ആണെങ്കിൽ നിങ്ങൾ ആ ലോസ്റ്റ് ചൈൽഡായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവൻ അവൾ എന്ന് പറയുമോ? ഇല്ല, ഞാൻ, എനിക്ക് എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലേ? സോ ആ കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറിയിലേക്ക് പോയാലോ? നമ്മുടെ ബോയുടെ 8th Friday November ടുഡേ വാസ് സച്ച് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഇന്ന് ഒരിക്കലും മറക്കാനാവാത്ത, അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ, മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ആൻഡ് ഐ വെൻറ്റ് ടു ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് വിത്ത് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലേക്ക് പോയി, സമ്മർ ഫെയർ ഗ്രൗണ്ടിലേക്ക് പോയി. ദർ വാസ് സോ മെനി എക്സൈറ്റിംഗ് തിങ്സ് ടു സീ അല്ലേ? അവിടെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഐ ലവ് ദ ടോയ്സ്. എനിക്ക് ടോയ്സ് ഇഷ്ടമായി. ആൻഡ് ദ കളർഫുൾ ബലൂൺസ്, പല പല നിറത്തിലുള്ള ബലൂൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ ദ ഡെലീഷ്യസ് സ്വീറ്റ്സ് ലൈക്ക് ലഡൂസ് ആൻഡ് ജിലേബീസ്. ലഡൂസും ജിലേബീസും ഒക്കെ ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഐ സോ എ മെരി ഗോ റൗണ്ട് വിത്ത് ചിൽഡ്രൻ ലാഫിംഗ് ആൻഡ് ഹാവിങ് സോ മച്ച് ഫൺ. അവിടെ കുട്ടികളൊക്കെ മെരി ഗോ റൗണ്ടിലും ജയൻ വീലിലും ഒക്കെ ആർത്തുല്ലസിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാണ്ട് സോ മെനി തിങ്സ്. ഇതൊക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് സ്വീറ്റ്സ് വേണം, ബലൂൺസ് വേണം, ജാസ്മിൻ ഗാർലൻഡ് വേണം, ഇതൊക്കെ കണ്ടതൊക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ലോസ് മൈ പാരൻസ് ഇൻ ദ ബിഗ് ക്രൗഡ്. പക്ഷെ അതിനുശേഷമാണ് ഒരു വലിയ ക്രൗഡിൽ, ആൾക്കൂട്ടത്തിൽ എനിക്ക് എൻ്റെ പാരൻസിനെ കാണാതായത്. ഐ വാസ് സോ സ്കെയർഡ് ആൻഡ് കോൾഡ് ഔട്ട് ഫോർ ദം അല്ലേ? എനിക്ക് ഭയങ്കര പേടിയായി. സ്കെയർഡ് ആവാന്ന് പറഞ്ഞാൽ എന്താടാ? പേടിയാവുക. ഓക്കെ, എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അവർക്ക് വേണ്ടി ആർത്ത് വിളിക്കാൻ തുടങ്ങി. എ കൈൻഡ് മാൻ ഇൻ ദ ക്രൗഡ് ലിഫ്റ്റഡ് മീ ആൻഡ് ഹെൽപ് മീ. ആ ഒരു ക്രൗഡിലുള്ള ഒരു ദയയുള്ള വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ചേട്ടൻ വന്നിട്ട് എന്ത് ചെയ്തു, എന്നെ എടുത്തു, എന്നെ ഹെൽപ്പ് ചെയ്തു. ഐ വാസ് ക്രൈങ്, ജസ്റ്റ് വാണ്ടഡ് മൈ മദർ ആൻഡ് ഫാദർ. ഞാൻ കരയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും എങ്ങനെയും കണ്ടാൽ മതി എന്നേ ഉള്ളൂ.
ഫൈനലി മൈ പാരൻസ് ഫൗണ്ട് മീ. അങ്ങനെ അവസാനം എൻ്റെ പാരൻസ് എന്നെ കണ്ടെത്തി. ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് സേഫ് വിത്ത് ദം അഗെയിൻ. അവരുടെ കൂടെ വീണ്ടും എത്തിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സേഫ് ഫീൽ ഉണ്ട്. നൗ ഐ ആം ഹോം ആൻഡ് ഫീൽ സോ താങ്ക്ഫുൾ ടു ബി വിത്ത് ദം. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ അറ്റ് ദ ഫെസ്റ്റിവൽ. ഇപ്പം ഞാൻ വീട്ടിൽ സേഫാണ്, എനിക്ക് എല്ലാവരോടും നന്ദി തോന്നുന്നു, എനിക്ക് എന്നോട് തന്നെയല്ല മൊത്തത്തിലൊരു താങ്ക്ഫുൾ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ഫീൽ ഉണ്ട്. ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ അറ്റ് ഫെസ്റ്റിവൽ. ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡയറി എൻട്രി ഇവിടെ എൻഡ് ചെയ്യാം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനി ഡയറി എൻട്രി ആയിട്ടല്ല, തോട്ട്സ് ആയിട്ടാണ് ചോദിച്ചതെങ്കിലും തോട്ട്സ് റൈറ്റിംഗ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിലും ആ ഡേറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കാര്യം തന്നെ എഴുതിയാൽ മതി. സെയിം ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സോ തോട്ട്സ് ആയാലും ഡയറി ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം ലൈവല്ല ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് എജുപോർട്ടിൻ്റെ കൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പബ്ലിക് എക്സാം സെറ്റ് ആക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു. ലവ് യു ഓൾ. ബൈ. സീ യു.